ഹായ് കൂട്ടുകാരെ, എൻ്റെ മുറ്റം മുഴുവൻ ചേന വെക്കാനാണ് പോകുന്നത്. കുംഭമാസത്തിലാണ് ചേന നടാറുള്ളത്. 22ഓളം കുഴികളാണ് ചേന നടുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ അതിനായിട്ട് 2-3 പേരെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ നനച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ വേഗം കുഴിയെടുക്കാൻ സാധിച്ചു. കുഴികളിലേക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് വിതറിക്കൊടുക്കുന്നത്. വിതറിക്കൊടുത്ത ശേഷം ഓരോ കുഴിയും കൊത്തിയിളക്കുകയാണ്. ഇതിലേക്കാണ് ചേന നട്ടുകൊടുക്കാൻ പോകുന്നത്. മുറ്റത്തിങ്ങനെ ചേന വട്ടം വീശി നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. വീട്ടാവശ്യത്തിനുള്ള ചേന മാത്രമാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തൊടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, എത്ര വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. പക്ഷേ ഞാൻ വീട്ടാവശ്യത്തിനുള്ളത് മാത്രമേ ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതിന് മൂക്ക് വേണം, മുകൾ ഭാഗം വേണം, അല്ലെങ്കിൽ ഈ ചേന മുളച്ചു പൊന്തുകയില്ല. അപ്പം നമ്മളിനി ചാണകപ്പൊടി ഇട്ട ശേഷമാണ് ഇത് നട്ടുകൊടുക്കാൻ പോകുന്നത്. വിത്തും തണ്ടും ഇലയും എല്ലാം ഭക്ഷ്യയോഗ്യമാണ്. ഈസ്ട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എരിശ്ശേരി ഉണ്ടാക്കാം, മോരുകറി ഉണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം, പടുകൂട്ടാൻ ഉണ്ടാക്കാം, ഇലക്കറി ആയിട്ട് ഉപയോഗിക്കാം. ചേന എന്നുള്ളത് ഒരു ദിവ്യ ഔഷധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടാക്കുന്ന ചേനയ്ക്ക് ഒരു പ്രത്യേക സ്വാദുമാണ്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് കുറച്ച് ചൊറിച്ചിൽ കൂടുതലുണ്ടാകും, വേവ് കുറവായിരിക്കും. അതായത് വേവ് വളരെ സമയം എടുത്താണ് വേവ്. ഇത് ഒരു തളയ്ക്ക് തന്നെ വേവും. കൂട്ടുകറി വെക്കാൻ വിശേഷപ്പെട്ടതാണ് ചേന എന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാനത് എൻ്റെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് കുഴിയുടെ നടുക്ക് വെച്ച് മൂടുകയാണ് ഉണ്ണിയാമൻ. ആഹാ, നല്ല ചന്തത്തിലാണ് അവർ പണിയെടുക്കുന്നത്, മണ്ണിൻ്റെ മക്കൾ. ഇനി ഈ ചേന മുളച്ച് പൊന്തി വരുമ്പോഴാണ് ബാക്കിയുള്ള മണ്ണ് കൂടി കൂട്ടി കൊടുക്കുന്നത്. അപ്പം തടം വലുതായി വലുതായി വരും, ചേനയും വലുതായി വലുതായി വരും. എല്ലാ കഷ്ണങ്ങളും എല്ലാ കുഴിയിലും വെച്ച് കൊടുക്കുകയാണ്. വേനൽ മഴ വരുമ്പോൾ അതിങ്ങനെ മുളച്ച് പൊന്തി വരും. കർക്കിടക മാസം ആവുമ്പോൾ അതിങ്ങനെ ചന്തത്തിൽ നിൽക്കും. എനിക്ക് പൂച്ചെടികളെക്കാളും ഒരുപാടിഷ്ടം പച്ചക്കറികളോടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും ഞാൻ ഓരോ തരം പച്ചക്കറിയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഇതാ അതിൻ്റെ മേലെ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ചേന ബാക്കി വന്നതുകൂടി നടാൻ ശ്രമിക്കുകയാണ് ചാമി. അതിനുശേഷം അതിൻ്റെ മേലെ തെങ്ങിൻ്റെ പട്ടയുടെ ഓരോ തുണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ചപ്പെല്ലാം പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ കുഴിയിലും ഈ ഓല വെച്ച് കൊടുക്കുന്നത്. ചീര കൂടി പാവി കൊടുക്കാൻ പോവുകയാണ്. ചീരവിത്ത് കൊണ്ടുവന്ന് തെങ്ങിൻ്റെ ചോട്ടിൽ ഉള്ള തടത്തിലാണ് പാവാൻ പോകുന്നത്. നല്ല ഉയരമുള്ള തെങ്ങാണ്. അപ്പോൾ നമ്മുടെ ചേന കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞു. അതായത് ചേന കുഴിച്ചിടലൊക്കെ കഴിഞ്ഞു. ബാക്കി കുറച്ച് മണ്ണുകൾ കടന്നതെല്ലാം പഴയ ബക്കറ്റ് ഓട്ട വരുത്തി അതിൽ മണ്ണ് നിറച്ച് ചാണകപ്പൊടി ബാക്കിയുള്ളതും കൂടി ഇട്ട് ഒരു കുറ്റിക്കുരുമുളക് നടാൻ പോകുന്നു. തടത്തിൽ ചീര വിത്ത് പാവാൻ വേണ്ട ഉണക്ക ചാണകപ്പൊടി കൂടി വിതറിക്കൊടുത്തു കഴിഞ്ഞു. ഈ ഒരു പഴയ ബക്കറ്റുകളിലൊക്കെ കുറ്റിക്കുരുമുളകാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുറ്റിക്കുരുമുളക് പടർന്ന് പന്തലിച്ച് കായ്ക്കും. വേറെ മരത്തിൻ്റെ മുകളിലേക്ക് പടർത്തേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ഇത് നിറഞ്ഞു വളരും, നല്ല പോലെ കായ്ക്കുകയും ചെയ്യും. ചേന ആവുന്ന കാലത്ത് പടർന്നു വരുന്ന സമയത്ത്, മുളച്ചു വരുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. ആ ഒരു ഭംഗി പരിചയപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.